അവർക്ക് ഒരു നിലപാടുമില്ല. ഇവര് രണ്ടോട്ടിന് വേണ്ടി ആരോട് കൂട്ടുകൂടുക എന്നുള്ളതിന് തെളിവാണ്. മറ്റൊന്നേ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് CPM നടത്തുന്നത്. CPMന്റെ ഒരു മന്ത്രി പി അബ്ദുറഹ്മാൻ, ഒരു MLA ദലീമ ജോർജ്, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പങ്കെടുക്കുകയാണ്. ഇത് ഇവരുടെ ഈ നിലപാടിൽ ഇരട്ടത്താക്കുണ്ടോ? ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല ഒരു MLA അവരുടെ യോഗത്തിൽ പങ്കെടുത്തു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പം ഇന്ന് വരെ CPM പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിന് തെളിവല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരുമായി ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി CPM ആണ്. 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കെടുത്തു, ഒരു MLA വേദി പങ്കെടുത്തു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ CPM ഇതെല്ലാം കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വിത്തിട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക. സജി ചെറിയാന്റെ പ്രസ്താവന ഇന്ന് വരെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞല്ലോ. സജി ചെറിയാന്റെ പ്രസ്താവനയുടെ പിന്നിൽ ആരാണ്? മുഖ്യമന്ത്രിയല്ലേ? സജി ചെറിയാനെ പോലെയുള്ള ഒരു സംസ്ഥാന മന്ത്രി പച്ചയായ വർഗീയത പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ശാസിച്ചില്ലല്ലോ. AK ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു, വിഭജിക്കാൻ ശ്രമിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ വർഗീയത ആളിക്കത്തിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CPM മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം സെക്രട്ടറി പറയുന്നത് മതരാഷ്ട്രവാദം തന്നെയാണ് എന്ന് പറയുന്നത്. ആദ്യം ഈ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മറുപടി പറയേണ്ടത്. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പറയുന്നത്. എന്തുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററോ മുഖ്യമന്ത്രിയോ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മിണ്ടുന്നില്ല? ഒരക്ഷരം പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? AK ബാലൻ എന്തുകൊണ്ട് തള്ളി പറയാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്ക്. അത് നടക്കാൻ പോകുന്നത്.